ഈ ജനാധിപത്യ രാജ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രി ആരുടെ ഏജന്റാണ്? നമ്മുടെ രാജ്യത്തിൻ്റെയോ അതോ കോർപ്പറേറ്റുകളുടെയോ? ഭരണസിരാ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് ജനസേവനമല്ല, പച്ചയായ ബിസിനസ് ഡീലുകളാണ്. നോക്കൂ, നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൻ്റെ അഭിമാനങ്ങളായ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, കൽക്കരി ഖനികൾ എല്ലാം ഒന്നൊന്നായി ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്? ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് കെട്ടിപ്പടുത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് കോർപ്പറേറ്റുകളുടെ സ്വകാര്യ സ്വത്തായി മാറി. നൂറുകണക്കിന് കർഷകർ തെരുവിൽ കിടന്ന് മരിച്ചപ്പോൾ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് നിയമം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്? സാധാരണക്കാരൻ്റെ ഗ്യാസിനും പെട്രോളിനും വില കൂടുമ്പോൾ കോർപ്പറേറ്റുകളുടെ ലക്ഷക്കണക്കിന് കടങ്ങൾ ബാങ്കുകൾ എഴുതി തള്ളുന്നു. ഒരു പ്രധാനമന്ത്രിയും ഒരു ബിസിനസ് ഏജന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പണി ഒരിക്കലും ഒരു ബിസിനസ് ഏജന്റിന്റെ പണിയല്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് മറ്റൊന്നാണ്. നമ്മുടെ പ്രധാനമന്ത്രി ശരിക്കും ആരുടെ ഏജന്റാണ്? രാജ്യത്തിൻ്റെയോ അതോ ജനങ്ങളുടെയോ അതോ കോർപ്പറേറ്റുകളുടെയോ? യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ രാജ്യത്തിൻ്റെ നട്ടെല്ലായിരിക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവർക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുക, പൊതുമുതൽ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പ്രധാന ജോലികൾ. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇനി നിങ്ങൾ പറയൂ, ഇത് ഭരണമാണോ ഒരു ബിസിനസ് ഏജന്റിന്റെ തന്ത്രമാണോ? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ജോലി ജനങ്ങളെ സംരക്ഷിക്കലാണ്, അല്ലാതെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കലല്ല. ജനാധിപത്യത്തിന് വേണ്ടി നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നാളെ ഈ രാജ്യം തന്നെ ഒരു സ്വകാര്യ കമ്പനിയായി മാറും.